मुझ में नशा है, हर तरफ बस धुआं ही धुआं है। मैं नशे में मुझ में नशा है, हर तरफ बस धुआं ही धुआं है। दीवाने मेरे हर जगह यारा ऐसी अदाएं मेरी। तू मुंगड़ा मुंगड़ा मैं गुड़ की दली, मांगता है तो आजा रस्सियां नहीं तो मैं ये जले। मांगता है तो आजा रस्सियां नहीं तो मैं ये जले। मांगता है तो आजा रस्सियां नहीं तो मैं ये चली। मांगता है तो आजा रस्सियां नहीं तो मैं ये चली। Look at the baby and drive me crazy, I'm going lazy without you. Whatever the weather, together forever, cause you know I love you and that's true. Look at the baby and drive me crazy, I'm going lazy without you. Whatever the weather, together forever, cause you know I love you and that's true. बोतल छोड़ रे अनाड़ी शराबी, दारू की बोतल छोड़ो रे अनाड़ी शराबी। ओ शराबी मुंगड़ा मुंगड़ा मुंगड़ो मैं गुड़ की दली। जरा तेरा नशा मैं चख लूं, आया मैं तेरी गली। जरा तेरा नशा मैं चख लूं, आया मैं तेरी गली। Look at the baby and drive me crazy, I'm going lazy without you. Whatever the weather, together forever, cause you know I love you and that's true. Look at the baby and drive me crazy, I'm going lazy without you. Whatever the weather, together forever, cause you know I love you and that's true. मुंगड़ा मुंगड़ा आहा मुंगड़ा मैं गुड़ की दली, मांगता है तो मांगता है तो आजा रस्सियां नहीं तो मैं ये चली। मांगता है तो आजा रस्सियां नहीं तो मैं ये चली। मैं नशे में मुझ में नशा है। പാർവണ സൂപ്പർ പെർഫോമൻസ്. സാരി പൊളിച്ചു. ആടെ ആടെ അടിപൊളിയായിരുന്നു. എന്തൊക്കെയായിരുന്നു കാണിച്ചത്? എങ്ങടാ പോയത്? വലിച്ചോണ്ട് പോണ മാത്രം ഞങ്ങള് കണ്ടു. പാറു ആ വലിച്ചോണ്ട് പോയ ആളിനേക്കാളും ക്ഷീണമായിരുന്നു കുഞ്ഞിന്. ഇവരടുത്തൊക്കെ പറഞ്ഞു പാടാ എന്നെ കൊണ്ട് വയ്യാന്ന്. അവരും മിണ്ടാകുന്നിരിക്കുന്നു. അവർക്ക് അതിന് ശേഷമേ ഉള്ളൂ മിടുക്കന്മാരുന്നു. ഇങ്ങനെ തന്നെ വേണം. അതെന്തിനാ നീ അവരോട് നേരത്തെ പറഞ്ഞ്? ഒന്ന് പാടിത്തരാമായിരുന്നു അല്ലേ? പാവം അവള് മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ല നേരത്തെ എന്താ അവരോട് ചോദിച്ച പാടാൻ? അല്ല അവിടെ തളർന്നു. അപ്പൊ തളർന്നു പോയി. അതാണോ അങ്ങോട്ട് ചോദിച്ച പാടുമെന്ന്? ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ നിന്നുണ്ട് എന്തായാലും. സാറേ ഞങ്ങൾ വിചാരിച്ച അതിന് തൊട്ട് അടുത്ത് കോറസുണ്ട്, അപ്പൊ അവൾ അത് ഞങ്ങൾക്ക് പാടാൻ പറഞ്ഞത്. ഒരാള് ശ്വാസം മുട്ടി മരിക്കാറായി നിൽക്കുമ്പോ അത് കണ്ടാ അറിഞ്ഞൂടെ? ആ കൊച്ചിന് ക്ഷീണിച്ചിട്ട് അവൾക്ക് വയ്യ. കുഞ്ഞ് അത് സൂപ്പർ സ്റ്റാറിൽ ആദ്യമായിട്ട് ഒരാൾ ക്ഷീണിച്ചിട്ട് അവളെ നോക്കി സപ്പോർട്ട് ആ പാട്ട് നിർത്താൻ കാണിക്കാതെ മനസ്സേ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതിനാ ബദ്രിയൊക്കെ എവിടെ പാടാൻ പറയുന്ന വരട്ടെ ഞങ്ങള് പാടാൻ ഞങ്ങളുടെ വരട്ടെ. ഞങ്ങളുടെ ഊഴം വന്നാൽ ഞങ്ങൾ പാടാം. ഒരു സ്നേഹമില്ലാത്ത കോറസ്. അങ്ങനെയല്ല, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കോറസ്.
വെരി ബ്യൂട്ടിഫുൾ. സൂപ്പർ. നല്ലോണം പാടി. നിങ്ങളെ മറ്റേ വലിച്ചെടുത്തോണ്ട് പോകാതിരുന്നോണ്ട് നിങ്ങൾക്ക് ക്ഷീണവുമില്ല. പക്ഷെ ഇതൊക്കെ എന്തോ പ്ലാൻ ചെയ്തതൊക്കെ ഇതുകൊണ്ട് എന്തായിരുന്നു? അതെ, ഇതില് പിന്നെ പാർവണയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്? അത് ഹൂല ഹൂപ്പിനെ പോലെ അങ്ങനെ അതെ, ഇട്ടിട്ട് hula ഇങ്ങനെ hoop. ചെയ്യാമായിരുന്നു. ഞാനത് വൃത്തി ചെയ്യും, പക്ഷെ പാടുമ്പോ അങ്ങനെ മക്കളൊന്ന് ചെയ്യാമോ? ചെയ്ത് നോക്കാവോ? ഇപ്പോഴും ഒന്നുമില്ല. അത് ഋതം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിന്റെ ചേട്ടാ സൂപ്പർ മോളെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ. ഇനി കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു പാർവണയുടെ സൈഡിൽ നിന്ന്? ഒന്നുമില്ല. ഇതാക്കിയത് ഇതന്നെ മറ്റവരെ പാടാൻ പറഞ്ഞത്. അതൊരു ഇതെല്ലാം നമ്മുടെ ഷാഹുലേട്ടന്റെ ഇതൊക്കെ ഷാഹുലേട്ടനാണ്. കൊള്ളാം. നൈസ്. ഷാഹുലേ, വെരി ഗുഡ്. ഷാഹുൽ ബോയ്. പക്ഷെ എപ്പോഴും വന്നാ വെറുതെ പാട്ട് പാടാൻ വരുമ്പോഴും ഡാൻസ് കളിച്ചിട്ട് പോകുന്ന ആൾ. ഇതിന് ഡാൻസ് സ്റ്റെപ്സ് കുറവായിരുന്നോ നമുക്ക്? ഒന്നാമത് ഇത് ഹയ്യാ കൊറേ പിച്ച്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഇവിടെ നിന്നൊക്കെ വന്ന് അപ്പോഴത്തേക്കും കിതച്ച്, പിന്നെ ഇതുകൂടി ആയപ്പോ അത് ചെയ്യാൻ നിനക്ക് ശരിക്കും ഒരുപാട് ബ്രെത്ത്ലെസ് ആയി പോയി. ഉണ്ടായിരുന്നു. അത് റിഹേഴ്സ് ഒക്കെ ചെയ്തു, പക്ഷെ ടേക്കിൽ എങ്ങനെ വരും അറിയില്ലായിരുന്നു. അതെ അതെ ശരിയാ. എന്തായാലും നമുക്ക് ചോദിക്കാം. ഷാനിക്ക പാർവണ, ഓ മോള് ഈ വാക്കുകൾക്ക് കൊടുക്കുന്ന ആ ആക്സന്റും പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ ഈ പാട്ടിന്. താങ്ക് യു സർ. ആ എക്സ്പ്രഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. ഡിക്ഷൻ അടിപൊളിയായിരുന്നു. അങ്ങനെ സംഭവം കൊള്ളാമായിരുന്നു. ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നെ ആ എൻട്രി ഗംഭീരായിരുന്നു കേട്ടോ. ഓ സത്യം, സൂപ്പർ. കാര്യം കൈ മാത്രം. അതെ. ആ ഒരു സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. പക്ഷെ ഒരു പകുതി കഴിഞ്ഞപ്പോഴേക്കും പാർവണ ടയർഡായി, നല്ലോണം ടയർഡായി. എനിക്ക് മനസ്സിലായി. ചില സമയത്ത് അങ്ങനെ ഉണ്ട് കേട്ടോ. ഈ നമ്മൾ റിഹേഴ്സൽസിന് നോക്കുന്നത് നമുക്ക് എനിക്കൊക്കെ അനുഭവം ഉള്ളതാണ്. റിഹേഴ്സൽസിന് നോക്കുമ്പോൾ എന്റെ അനുഭവം ഡാൻസ് അല്ല, വെറുതെ ഈ നമ്മൾ ഈ മറ്റേ ആടിലെ പാട്ടോ അല്ലെങ്കിൽ വേറെ എന്റെ മാവും പൂത്തോ ഏതെങ്കിലുമൊക്കെ ഒന്ന് പാടുമ്പോഴും എനിക്കറിയാം പകുതി ആകുമ്പോഴേക്കും ഞാൻ വിചാരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇതെന്താണ് സ്റ്റേജിലെത്തിയപ്പോഴേക്കും. പക്ഷെ അത് വേറൊരു സംഭവമാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. പകുതി ആയപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റ് ചെയ്തിട്ട് പിന്നെ അത് പാടാൻ പറ്റാത്തൊരവസ്ഥയായി. പാട്ട് ലൈനുകൾ കട്ടാവാൻ തുടങ്ങി. പക്ഷെ ആറ്റിറ്റ്യൂഡ് വാസ് ദെയർ. ആറ്റിറ്റ്യൂഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേജ് പ്രോപ്പർലി യൂസ് ചെയ്തു കേട്ടോ. ആറ്റിറ്റ്യൂഡിന് ഒരു കുറവുണ്ടായിരുന്നില്ല. അതായത് പോവാറായി പാർവണ നമ്മളൊക്കെ വിട്ട് പോവാറായി. അതെ, അതല്ല പിന്നെ ആ ഒരു ഹോൾ ആക്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അതിന് പുറത്തു വന്നതും പിന്നെ ആ താഴത്തൂടെ അതൊക്കെ ഷാഹുലിന്റെ ഐഡിയ ആണ്. ഓ ഷാഹുലെ അതൊക്കെ കലക്കി കേട്ടോ. ഇതില് മുഴുവൻ ഇതൊക്കെ ചെയ്ത ഷാഹുലേട്ടനാണ്. അപ്പൊ ഇത് നീ ഉണ്ടാക്കിയതാണോ? അല്ല, ഇതെനിക്ക് അറിയായിരുന്നു, ഓൾറെഡി അറിയായിരുന്നു. ഓ അങ്ങനെ. അത് ആ ഒരു ഈ ജ്യൂസ് അടിക്കുന്ന പരിപാടി മാത്രമേ അത് വർക്കാവുള്ളൂ. പിന്നെ ആ ഒരു ടുവേർഡ്സ് ദി എൻഡ് ആയപ്പോഴേക്കും മൊത്തത്തിൽ നമുക്ക് ആ ഒരു കോർഡിനേഷൻ അങ്ങ് പോയി നമ്മളെ. ബാക്കി അതുവരെ നല്ല ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് പോയത്. പക്ഷെ ഒരു പകുതി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായി, കാണുന്ന പ്രേക്ഷകർക്ക് ആ ഒരു ക്ഷീണം മനസ്സിലാവാൻ തുടങ്ങി, വന്നു തുടങ്ങി. പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. ഇതിപ്പോ ഏത് വേർഷനാണ്? ഇത് ഒറിജിനൽ അല്ലല്ലോ. ഇത് ഏത് പടത്തിലാണ് റീമിക്സ് വന്നത്? ടോട്ടൽ ധമാൽ അല്ലേ? ഓക്കെ. അപ്പം ഇത് രാജേഷ് റോഷൻ ആണ് ഒറിജിനൽ മ്യൂസിക് ചെയ്തത്. ഈ ഗൗരവ് റോഷൻ അവരാണ് റീമിക്സ് ചെയ്തത്. അങ്ങനെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത്രേ ഉള്ളൂ മോളെ. വേറെ പാട്ട് പിന്നെ കോറസ് നിങ്ങൾ പൊളിച്ചു കേട്ടോ. ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു. ആ പാർട്സ് പാടിയതൊക്കെ സൂപ്പർവായിരുന്നു കേട്ടോ. നല്ലായിരുന്നു. കളയാണോ നീ? ഗ്രേറ്റ് പ്ലാൻ. അപ്പൊ കൈ വെച്ചില്ലേ? ഒന്ന് കറക്കി കാണിച്ചടി. അവിടെ വലിയൊരു ചിരിയും വരുന്നുണ്ട്. നോക്കട്ടെ, നോക്ക്. ഇത് നല്ല പ്രാക്ടീസ് ആണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ ചെയ്ത ഷാനിക്ക ചെയ്യോ? ഒരിക്കലുമില്ല. ഞാൻ സാരി കൊടുത്ത് എങ്ങനെ ചെയ്യും? സാരി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ജ്യൂസ് അടിക്കും. കറക്കി വിടണോ? കറക്കി വിടണം. കൂടെ നീയും കറങ്ങണം. നീ കറങ്ങാൻ
ഓ മ്യൂസിക് ഒന്നും വേണ്ടത് ഇപ്പൊ താഴെ വീഴും. എടി ഞാൻ നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യട്ടെ. നല്ല ഞാൻ മ്യൂസിക്. ലെഫ്റ്റാ. എന്നാ ലെഫ്റ്റ് ലെഫ്റ്റ്. രണ്ട് സർക്കിളായി, 2 സർക്കിൾ. ചേട്ടാ ഒന്നൂടെ ഒന്നൂടെ കൊടു. നിക്ക്, ഞാൻ ഒന്ന് കറക്കി നോക്കട്ടെ. രണ്ട് കറങ്ങി. അസാധ്യം. ഇതിന് പ്രാക്ടീസ്. ഷിനുമ്പോ ഷിൻചേട്ടൻ ആദ്യം പണിയെടുക്കേണ്ടി വന്നില്ല. കഴിഞ്ഞ ഷാനിക്ക ഓക്കെ. അത്രേ ഉള്ളൂ മക്കളെ. ഇനി സി അൾട്ടിമേറ്റ്ലി പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ, അത് ഇതിന്റെ ഭാഗമാണ്. പക്ഷെ പാട്ട് നമുക്ക് ഒന്ന് ഒരു മെയിൻ ഫോക്കസ് പോയിന്റ് ആയിട്ട് വെച്ചിട്ട് വേണം ഈ പരിപാടികൾ കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടാ. ഇപ്പോഴും എനിക്കൊന്ന് ബെഞ്ച് മാർക്കായിട്ട് നിൽക്കുന്നത് നമ്മുടെ നിവേദിന്റെ പരിപാടിയാണ് ബെഞ്ച് മാർക്കായിട്ട് നിൽക്കുന്നത്. എൻട്രൻറും പുന്നകയാണ് ഇപ്പോഴും ബെഞ്ച് മാർക്കായിട്ട് നിൽക്കുന്നത്. നിവേദ് അടിപൊളിയാണ്. അത്രേ ഉള്ളൂ മക്കളെ. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ശരത് സർ മക്കളെ നന്നായിരുന്നു മോളെ. അത് നമ്മൾ ക്ഷീണിച്ച് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്ഷീണിച്ച പാടാനും പറ്റത്തില്ല മോളെ. നമ്മൾ ആ ബ്രത്ത് നമ്മുടെ കൺട്രോളിലുള്ളപ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് റെൻഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സമയത്ത് നീ അങ്ങ് ക്ഷീണിക്കാൻ തുടങ്ങി. ആ വലിച്ചെടുത്തോണ്ട് പോയതിന് ശേഷം എഡിറ്റ് മൊത്തം പിന്നെ പാടിയ ആ ഒരു അതിൻ്റെ ഇടയ്ക്ക് ഒരു ഏതാണ്ട് ഉണ്ടായിരുന്നില്ല, അതുമൊക്കെ പോയി. പിന്നെ കുഞ്ഞിന് ഒട്ടും വയ്യാതെങ്ങായി അവസാനമായപ്പോഴത്തേക്ക്. അങ്ങനെയാണ് നമ്മൾ ഫയർഫോഴ്സിനൊക്കെ ഫോൺ ചെയ്തിട്ട് വരാനൊക്കെ വന്ന് സഹായിക്കും, എന്നെ കണക്ട് ചെയ്ത് പൊക്കുക എന്നൊക്കെ പറഞ്ഞു. അത് കുഴപ്പമില്ല, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ആ പുകച്ച് പുറത്തി അടിച്ചേക്കാൻ നല്ലതായിരുന്നു. ആദ്യം ആ പുകയ്ക്കകത്തുനിന്ന് വന്നത് നല്ലതാ, അതൊക്കെ കൊള്ളാം. മറ്റേത് ഈ ആക്ടിവിറ്റീസ് എല്ലാം നന്നായിരുന്നു. പാടിയതും ഈ ക്ഷീണം വരുന്നവരെ മോള് പാടിയതും നന്നായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ. എന്നാ നീ നല്ല പാട്ടുകാരിയാണ്. ഈ ആളുകളെ കാണുമ്പോഴൊക്കെ ഫാൻ എന്ന് പറയുന്ന ആ ഒരു കള്ളത്തിൽ ഒഴിച്ചാൽ ബാക്കി യു ആർ ഗുഡ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി പാടിയത്. അപ്പം മക്കളെ അതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഡിക്ഷൻ്റെ കാര്യമൊക്കെ ഷാൻ പറഞ്ഞു. എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. അപ്പം മോളെ ടോട്ടലി ഒരു നല്ല രസമുണ്ടായിരുന്നു. മോളി ക്ഷീണിക്കുന്നവരെ നല്ല രസമായിട്ട് തന്നെ പാടി കേട്ടോ. ഉഗ്ര. പാർവണ എന്തൊരു വേഴ്സറ്റൈൽ സിംഗറാണ് പാർവണ. എനിക്ക് തോന്നുന്നു ഈ മിമിക്രി അല്ലെ, ആരുടെ ഒരു ശബ്ദം അങ്ങനെ പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സ്കിൽ പാർവണയ്ക്ക് ഒരുപാടുണ്ട്. ഈ പാട്ട് പാടിയത് അത് തങ്ക്രി, ജ്യോതിക തങ്ക്രി ആരോ, അവരുടെ അങ്ങനെ വോയിസ് പോലെ തന്നെ ആദ്യം തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ഇടയ്ക്ക് ഒരു വിബ്രാട്ടോ അല്ലേ, അതെന്തോ ഒരു മെറ്റാലിക് ഒരു ടോൺ, അസാധ്യമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഈ പാട്ടിന് വേണ്ട ആറ്റിറ്റ്യൂഡ് ഫുള്ളി ഉണ്ടായിരുന്നു. അത് ആദ്യം തുടങ്ങി. പിന്നെ റാപ്പ് ഓഫ് കോഴ്സ് കുറച്ചുകൂടി ഒന്ന് എനർജിയോട് ചെയ്യാമായിരുന്നു. അതിന്റെ ബോഡി ലാംഗ്വേജ് ഡിഫറെന്റ് ആണ്. റാപ്പ് പാടുന്ന നോക്കിയിട്ടുണ്ടോ അവരുടെ? അതിന്റെ ഒരു ഇറ്റ്സ് വെരി ബോഡിലി ആണ്. അത് കുറച്ചുകൂടി ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് വന്നാൽ കൊള്ളാമായിരുന്നു. പക്ഷെ ഇത് ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം ബിക്കോസ് കുറച്ച്, പക്ഷെ എക്സ്പ്രഷൻസ് ഒക്കെ നന്നായിരുന്നു. ചരണം നല്ലോണം പാടി, അനുപല്ലവി അല്ലേ, അതൊക്കെ നന്നായിട്ട് പാടി. പക്ഷെ ഈ ബ്രെത്ത്ലെസ്നെസ് നമുക്ക് അഡ്രസ് ചെയ്യണം. ഇവിടെ മാത്രമല്ല, ചിലപ്പോ ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടോ, ഇപ്പോ കളിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ? കളിക്കൊക്കെ ചെയ്യും, പക്ഷെ അല്ലാതെ സ്പോർട്സ് എന്തെങ്കിലും അതല്ല, ഫിസിക്കൽ ആക്ടിവിറ്റി, ടേബിൾ ടെന്നീസ് അല്ലെങ്കിൽ ബാഡ്മിന്റൺ അല്ലെങ്കിൽ ജോഗിങ്. ബാഡ്മിന്റൺ കളിക്കുമല്ലേ? അപ്പൊ അതില് ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസിന് ഒരുപാട് എനർജി വേണമല്ലേ അതില്. എന്നാലും ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്ത് നോക്കണം, അതാണ് കാര്യം അതില്. പക്ഷെ ഇത്രത്തോളം ചെയ്തു. യു ആർ ലുക്കിംഗ് ഗ്രേറ്റ്, അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് യു ലുക്ക്. സോ യു ആർ ബോൺ പെർഫോമർ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ ഒരു സ്റ്റാമിനന്റെ കാര്യം ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ തന്നെ നമുക്ക് ഓഡിയൻസിനെ നോക്കി നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇതിനേക്കാൾ നമ്മുടെ അഡ്രീനലിൻ റഷ് ഉണ്ടാവും, ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കമ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതൊരു അതൊരു സാധനമാണ്. ഓക്കെ, അത് ഇനി ചെയ്യാം മോള്. പക്ഷെ സിംഗിങ് ടാലന്റ് ഇറ്റ് വാസ് ബ്രില്യൻറ്റ്. യു വെരി വേഴ്സറ്റൈൽ. ആ ഇമിറ്റേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ മോളുടെ ഒരു സ്വന്തം ഒരു ടോൺ ഉണ്ട്. അത് ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് യുവർ USP. അത് തീർച്ചയായിട്ടും യു ഷുഡ് വർക്ക് ഓൺ ദാറ്റ് മോർ ആൻഡ് മോർ കേട്ടോ. All the best. Thank you, ma'am. Thank you, ചേച്ചി. ഓക്കെ, ഇനി
മാർക്സ് മാർക്സ് വെക്കാം ഇങ്ങനെയൊക്കെ. ശരത് സർ, യെസ് മാർക്ക്. മക്കളെ ഓ 8.5 മാർക്ക്. नशे में मुझ में नशा है പാർവണ ഓ സ്റ്റേജ് ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് എന്തായാലും ഇത്രയും പണിയെടുത്തതല്ലേ. 8.8. ആ താങ്ക് യു സർ. ആ ചേച്ചി ആ എത്തു. ഈ മുങ്കടാന്റെ കാര്യം ഒന്ന് പറയാം. ആ മുങ്കട കുറച്ച് ഹൈ ആണോ? ആ, അത് ചിലപ്പോ അത് ഹെഡ് വോയിസ് കറക്റ്റ് ആയിട്ട് പവർ കിട്ടുന്നില്ല അല്ലേ? ആ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ. അതിന്റെ കൂടെ ബാഡ്മിന്റൺ ആണ്. അത് എവിടെയാണ് മുങ്ക്? तू मुंगड़ा ओ मुंगड़ा मैं गुड़ की दली मांगता है तो आजा रस्सियाँ नहीं तो मैं ये चले. നൈസ് നൈസ്. Nice. ഈ Good തൂ man, good, പാടി good. വരുമ്പോ ആ മുങ്കട ഒരു ആറ്റിറ്റ്യൂഡോട് വരുമ്പോ കിട്ടുന്നുണ്ട്. പക്ഷെ മുങ്കട അത് വരുമ്പോ ചിലപ്പോ അത് എവിടെയോ പോകുന്നുണ്ട്. അത് ഒരു ഹെഡ് വോയിസ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ. Thank you, സോ ma'am. ടോട്ടൽ 17.3. ഓക്കെ ഓക്കെ, ഇനി അടുത്ത 2 റൗണ്ട്സ് നമുക്ക് അടിപൊളിയാക്കണം. ഓക്കെ.